ഹലോ അസ്സാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ കാലത്തുള്ള കുറച്ച് വിശേഷങ്ങളും പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കാനായിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായി കണ്ടു നോക്കുക. കാലത്തുള്ള നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് വന്നു. തലേന്ന് രാത്രി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. ജനലിലും ഒക്കെ ഉണ്ട്. മിക്സിൻ്റെ ജാറും ബോട്ടിൽസും ഒക്കെ കഴുകിയാൽ ഞാൻ അവിടെയാണ് വെക്കാറ്. രാത്രി മാത്രമേ ഇങ്ങനെ ചെയ്യാറുള്ളൂ, പകലൊന്നും ഇങ്ങനെ വെക്കാറില്ല. ജനലിൽ ഇങ്ങനെ ഓരോന്ന് വെക്കുന്നത് എനിക്കിഷ്ടമല്ല. മാക്സിമം ഞാൻ ജനലിൻ്റെ ഭാഗം ഫ്രീ ആയി തന്നെയാണ് വെക്കാറ്. പ്ലാന്റ്സും ഫ്രൂട്ട് ബാസ്ക്കറ്റും മാത്രമേ അവിടെ വെക്കാറുള്ളൂ. കാലത്ത് എണീറ്റ് നീറ്റായിട്ടുള്ള കിച്ചൺ കാണുമ്പോൾ തന്നെ അന്നത്തെ മോർണിംഗ് ഫുള്ള് ഹാപ്പി ആയിരിക്കും. തലേന്ന് അരി ഉഴുന്ന് അരച്ച് വെച്ചത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ എളുപ്പമായി. നന്നായി പൊടിച്ച് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. നേരെ ചായക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് കരുതി. കാലത്തുള്ള മൈൻഡ് ഓക്കെ ആവാൻ ഒരു ചെറിയ ടിപ്പ് പറഞ്ഞു തരാം. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളുടെ ചിന്തകൾ പോസിറ്റീവ് ആവാൻ ശ്രദ്ധിക്കുക. കാലത്തുള്ള കാര്യങ്ങൾക്കുള്ള പ്ലാനിങ് ഒക്കെ തലേന്ന് തന്നെ പ്ലാൻ ചെയ്ത് സെറ്റാക്കി വെക്കാൻ നോക്കുക. അപ്പോൾ കാലത്ത് എണീറ്റതും തലപോഞ്ഞ് ആലോചിക്കേണ്ട ആവശ്യം വരില്ല. പോസിറ്റീവായിട്ടുള്ള ചിന്തയോടെ ഹാപ്പിയായി ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ളവർക്കും കൂടിയാണ് ആ ഒരു പോസിറ്റീവ് വൈബ് കിട്ടുക. ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പലതും നേടിയെടുക്കാൻ കഴിയും. നമ്മളുടെ പോസിറ്റീവ് എനർജി നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ളൊരു കാര്യം. പോസിറ്റീവായിട്ടുള്ള ചിന്തകളൊന്നും നിസ്സാരമല്ല. ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അന്നത്തെ ദിവസത്തെ ടെൻഷൻസ് ഒന്നും ഓർത്തിട്ടാവരുത് തുടങ്ങാൻ. ഫ്രഷ് മൈൻഡോടെ നല്ല ചിന്തകളോടെ വേണം തുടങ്ങാൻ. എന്നാൽ മാത്രമേ നമ്മുടെ ഹാപ്പിനെസ് ആ ഒരു ദിവസം കംപ്ലീറ്റായി നമ്മുടെ കൂടെ ഉണ്ടാവൂ. ഇതെല്ലാം എല്ലാ ദിവസവും ചെയ്യാൻ കഴിയില്ലായിരിക്കും, ബട്ട് ഓരോ ദിവസവും ഇതുപോലെ ശീലിച്ചാൽ ബെറ്റർ റിസൾട്ട് ഉറപ്പാണ്. നമ്മൾ നമ്മളെ ശ്രദ്ധിക്കാനും സ്നേഹിക്കാനും എല്ലാം തുടങ്ങുന്നത് അവിടെ നിന്ന് തന്നെയാവും. അങ്ങനെ ഓരോ ദിവസത്തേക്കും വേണ്ട പോസിറ്റീവ് എനർജി നമുക്ക് നമ്മൾ തന്നെ വേണം കൊടുക്കാൻ. അങ്ങനെ നമ്മുടെ മനസ്സിനെ അലട്ടുന്ന പകുതി പ്രശ്നങ്ങളും ഇതിലൂടെ പരിഹരിക്കാവുന്നതാണ്. ഇതുപോലെ നിങ്ങളും മൈൻഡൊന്ന് സെറ്റ് ചെയ്ത് നോക്കൂ, മാറ്റങ്ങൾ ഉറപ്പ് തന്നെയായിരിക്കും. അങ്ങനെ സംസാരത്തിനിടയിൽ ചായ കുടിക്കലെല്ലാം കഴിഞ്ഞു. ഇനി ദോശ ചൂടാനായി നിൽക്കുന്നുണ്ട്. സാമ്പാറുള്ളത് കൊണ്ട് വേറൊന്നും ഉണ്ടാക്കുന്നില്ല. അങ്ങനെ കനം കുറഞ്ഞ് നൈസായി പരുത്തി കുറച്ച് നെയ്യും സ്പ്രെഡ് ചെയ്ത് ഓരോ ദോശയായി ഞാനിവിടെ റെഡിയാക്കുന്നുണ്ട്. ഈ ഒരു ടൈപ്പുള്ള മൊരിഞ്ഞ ദോശയാണ് ഞങ്ങൾക്ക് ഫേവറേറ്റ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ദോശയാണ് ഉണ്ടാക്കാറ്. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഞങ്ങൾക്കുള്ള ദോശയൊക്കെ ഇവിടെ റെഡിയാക്കുന്നുണ്ട്. അതിനിടയിൽ ഇതുപോലെ ചൂട് മൊരിഞ്ഞ ദോശ കഴിച്ചുകൊണ്ട് ദോശ ചുടുന്നത് എൻ്റെ ഒരു പതിവ് ശീലമാണ്. ആ ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട് കേട്ടുകൊണ്ട് ദോശ ചുട്ടു നിൽക്കാൻ നല്ല രസം തന്നെയാണ്. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ മോൾക്ക് സ്കൂളുണ്ട്. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞ് മോളെ റെഡിയാക്കി നിർത്തി. സ്കൂൾ വാൻ വരും. ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ റെഡിയാക്കിയിട്ടാണ് ഞാനും സിസ്റ്ററും കൂടെ ടൗണിലേക്ക് പോകുന്നത്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ് ആലത്തൂർ. പാലക്കാട് ആലത്തൂരാണ് ഞങ്ങളുടെ വീട്. ആലത്തൂരിൽ ആരെങ്കിലും ഈ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. പിന്നെ എൻ്റെ വീഡിയോസ് ഏതൊക്കെ സ്ഥലത്തുള്ളവരാണ് കാണുന്നതെന്ന് അറിയാൻ ചെറിയൊരു ആഗ്രഹം. അപ്പോൾ നിങ്ങളുടെ പ്ലേസ് എവിടെയാണെന്നും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ. ആലത്തൂർ പോകുന്ന വീഡിയോസൊന്നും എടുക്കാനായിട്ടൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല. പിന്നെ തിരിച്ചു വരുന്ന വഴി ഒരു പുതിയ ഷോപ്പ് കണ്ടു. അപ്പോൾ അവിടെ 30 രൂപയ്ക്കാണ് ഐറ്റംസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു കൗതുകം തോന്നി എടുത്തുവെന്നേ ഉള്ളൂ. വീട്ടിലേക്ക് വേണ്ട ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉണ്ട്. സ്റ്റീലും പ്ലാസ്റ്റിക്കും സെറാമിക് ജാർസും കണ്ടെയ്നേഴ്സും ഒക്കെ ഇവിടെ നല്ല വില കുറവിൽ തന്നെയാണ് ഇവർ ഇവിടെ സെയിൽ ചെയ്യുന്നത്. ഇത് ഒരു പ്രൊമോഷനൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ വില കുറവിൽ കിട്ടുന്ന ഒരു ഷോപ്പ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. വീഡിയോ ശരിക്കും എടുത്തിട്ടൊന്നുമില്ല, എന്നാലും ഇതിവിടെ ആഡ് ചെയ്യാമെന്ന് കരുതി. ഈ കാണുന്ന ഐറ്റംസ് എല്ലാം 30 രൂപ മുതൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ലാഭമായിട്ട് തോന്നി. ഒരു വീട്ടിലേക്ക് വേണ്ട ഐറ്റംസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. മാറി മാറി അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. 30 രൂപൻ്റെ 60 രൂപൻ്റെ 90 രൂപൻ്റെ ഒക്കെ സെക്ഷനായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. മറ്റു കടകളെക്കാളും വില കുറവിൽ തന്നെയാണ് ഇവരിവിടെ കൊടുക്കുന്നത്. ഇതെന്തായാലും സാധാരണക്കാർക്ക് വലിയ ഉപകാരമാവും. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.